നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ നമ്മുടെ വടക്കമുറി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇതാണ് ഹൈവേ. നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂർ പോണ ഹൈവേ ആണ്. ഹൈവേ നിന്ന് ഈ റോട്ടിൽ കൂടെ വന്നിട്ട് ഈ ഭാഗത്തിൽ കൂടെ ആകപ്പാട് ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് എത്തി. സോ ഹൈവേ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ ഞമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ഉമ്മാർത്താണ് നിൽക്കുന്നത്. ഇത് വന്നിട്ട് മൊത്തം വന്നിട്ട് 13.25 സെൻറ്റ് സ്ഥലം, 3500 സ്ക്വയർ ഫീറ്റ്, 5 ബെഡ്റൂം, ഹാള്, കിച്ചൺ ആയിട്ടുള്ള വീടാണ് ഈ വീട്. ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് കാണാം. ഉള്ളിൽ കയറിയ വഴിക്ക് ഇവിടെ വന്നിട്ട് 2-3 വണ്ടി നിർത്തുന്നത്ര ധാരാളം സ്ഥല സൗകര്യമുണ്ട്. ഈ ഗേറ്റ് തുറന്ന ഇതിൽ കൂടെ വണ്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിർത്താൻ പറ്റും. അപ്പുറത്തെ സൈഡും ധാരാളം വണ്ടികൾ നിർത്താൻ പറ്റും. ഈ കാണുന്നത് വന്നിട്ട് ഓപ്പൺ വെല്ലാണ്. അടിയിൽ വലിയൊരു കിണറുണ്ട്. ഒരു സ്ലാബൊക്കെ ഇട്ടിട്ട് വണ്ടി നിർത്തുന്ന ഭാഗത്തുനിന്ന് സൈഡിൽ കൂടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വീട് വന്നിട്ട് മൊത്തം 5 ബെഡ്റൂമുള്ള വീടാണ്. ഒരു 20 വർഷം പഴക്കമുള്ള വീടാണ്. താമസിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കെട്ടിയ വീടാണ്. പിന്നെ മക്കളൊക്കെ വിദേശത്തുള്ളത് കൊണ്ട് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണ് ഇവിടെ ഉള്ളത്. അവരും കൂടി വിദേശത്ത് പോകണം എന്നുള്ള രീതിയിലാണ് ഈ വീട് വന്ന് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. അപ്പോൾ വീട് തുറന്ന് വീടിൻ്റെ അകത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. നല്ലൊരു ഡോറാണ് വെച്ചിട്ടുള്ളത്. വീട്ടിൽ കയറി അകത്ത് വന്ന വഴിക്ക് വലിയൊരു ഹാളാണ് ഇവിടെ ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ വന്നിട്ട് താഴെ ഭാഗം 2 ബെഡ്റൂമും മുകൾ ഭാഗം 3 ബെഡ്റൂമാണ് ഉള്ളത്. ഈ ഭാഗത്ത് നല്ലൊരു ദൈവത്തിൻ്റെ പിക്ചറൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ വീട്ടിൽ ഇതിലുള്ള സാധനങ്ങൾ എല്ലതും ഉൾപ്പെടെയാണ് അവരൊന്ന് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം വീതി കൂടിയ നല്ല ഒരു വലിയ ബെഡ്റൂമാണിത്. മാസ്റ്റർ ബെഡ്റൂം. മുകളിലൊക്കെ ഓട് പതിച്ചിട്ടുണ്ട്. വീട്ടിനുള്ളിൽ നല്ല തണുപ്പുണ്ട്. ഈ ഭാഗം വന്നിട്ട് ഒരു അറ്റാച്ച് ബാത്റൂമാണ്. ചെറിയൊരു ബാത്റൂം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം അവിടെയെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം, നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ്. ഇതാണ് വീട്ടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ വന്നിട്ട് അറ്റാച്ച് ബാത്റൂം കൊടുത്തിട്ടില്ല. അതിൻ്റെ പകരം ഈ ചെമ്പിറിനെ ചേർന്ന പോലെ ഇവിടെയാണ് എൻ്റെ അറ്റാച്ച് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഡൈനിങ് പോർഷൻ വരുന്നത്. ഇവിടെ ഡൈനിങ് പോർഷൻ. ഇത് വന്നിട്ട് ഇവിടെ അടുക്കള. ഇതാണ് വീടിൻ്റെ അടുക്കള ഭാഗം.
എല്ലാ ഭാഗവും സെൽഫ് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗവും സെൽഫുണ്ട്. കിഴക്ക് വടക്ക് ഭാഗമാണ് നമ്മുടെ അടുക്കള വരുന്നത്. ഇവിടെ നല്ലൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഈ അടുക്കള കഴിഞ്ഞിട്ട് എപ്പോഴും വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വീട് വന്നിട്ട് മൊത്തം ഒരു 20 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. ഈ ഭാഗം ചെറിയ സ്റ്റോർ റൂം ഇവിടെ വന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ വീടിൻ്റെ ബാക്കിൽ കൂടെ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് വീടിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് പോകാം. ഇവിടെ ഇത്രയും സ്ഥല സൗകര്യമുണ്ട്. ഫുള്ളി അതുവരെ സ്ഥലമുണ്ട്. 2-3 തെങ്ങ് കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ ഭാഗം. ഇവിടെ പുകയില്ലാത്ത അടുപ്പ്, കൂടാതെ നോക്കുമ്പോൾ പാത്രം കഴുകാനുള്ള സൗകര്യം, ഇവിടെ ഇത്രയും എംപ്റ്റി സ്പേസ് എല്ലതും കൊടുത്തിട്ടുള്ള ഒരു വീടാണ് ഈ വീട്. ഈ ഉള്ളിൽ കൂടെ കയറിയിട്ട് മേലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ എങ്ങനെയുണ്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളുടെ കാണാൻ ഉള്ള വീടുകൾ, ഓരോ വീടുകളും ഓരോ ഡിസൈനായിരിക്കും. പക്ഷേ ഈ വീട് ചെറിയൊരു പ്രത്യേകിച്ച് ഒരു ഡിസൈനാണ്. ഈ മുകളിലത്തെ ഭാഗം, ഈ വഴി കൂടെ സ്റ്റെയർ കേസിൽ കൂടെ കയറിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ 3 ബെഡ്റൂമുണ്ട്. അപ്പുറത്തൊരു ബെഡ്റൂമും ഈ ഭാഗത്തൊരു ബെഡ്റൂമും, മേലെ ഇപ്പുറത്തെ സൈഡ് വേറൊരു ബെഡ്റൂമും. അതിലേക്ക് എല്ലാവർക്കും കൂടി അക്സസിബിലിറ്റി നന്നായിട്ടുണ്ട്. മേലെ കാണുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. ഇത് വന്നിട്ട് വീടിൻ്റെ മേലേക്ക് പോണ വഴിയാണ്. ഈ സൈഡൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സെൽഫും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. വന്നിട്ട് മേൽഭാഗം 3 ബെഡ്റൂമുണ്ട്. ഈ നിലം കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അവിടെ നിന്ന് ഇവിടേക്കൊന്ന് ചെറിയൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇറക്കമാണ്. അതിൽ വന്നിട്ട് ഇതിൽ കൂടെ കയറി നടക്കുമ്പോൾ നന്നായിട്ടുണ്ട് മൊത്തത്തിൽ. അതിൽ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇതൊന്ന് വീട്ടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ്. നല്ല ഹൈറ്റ് ഉണ്ട് വീട്. ഈ ഭാഗം കബോർഡ് കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ് പുറത്തുള്ളത്. ഇതാണ് അവിടുത്തെ ബാത്റൂം. അതേപോലെ ഈ ഭാഗത്ത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് കാണാൻ പറ്റിയ രീതിക്കുള്ള ഒരു സോഴ്സ് ഇവിടെയുണ്ട്. അതേപോലെ ഡൈനിങ്ങിൽ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് തിരിഞ്ഞ് ഇവിടെ നോക്കിയാൽ നമുക്ക് വന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന ടേബിളും കാര്യങ്ങളും ആൾക്കാരും എല്ലാം നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അതേപോലെ 4ാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്. ഇതാണ് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. ഈ ഭാഗം നല്ല ഹൈറ്റ് എല്ലാം ഇവിടെയുണ്ട്. അതിൻ്റെ അറ്റാച്ച് ബാത്റൂം ഈ ഭാഗത്താണ് വരുന്നത്. അതേപോലെ ഇവിടെ വന്നിട്ട് പുറത്ത് പോകാനുള്ള ഒരു വഴി, ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു സ്ഥലം ഇവിടെയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകാനുള്ള വഴി ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ വീട് കഴിഞ്ഞ് തൊട്ടപ്പുറം വരുന്ന സമയത്ത് അതൊന്ന് ഹൈവേ ആണ്. അതേ സമയത്ത് അത് അവിടെ കാണുന്നത് ഇവിടെ പെട്രോൾ പമ്പാണ്. അതവിടെ കാണുന്നത് പെട്രോൾ പമ്പ് അവിടെ കാണുന്നുണ്ട്. സോ ഹൈവേ നിന്ന് വേറെ ഒരു 100 മീറ്റർ മാറ്റത്തിലാണ് നമ്മളുടെ ഈ വീട് ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഈ ഭാഗം താഴ്ന്ന് മേലെ കയറാനുള്ള ഒരു സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഥവാ ഫ്യൂച്ചറിൽ ഒരു സെക്ഷൻ വാടകയ്ക്ക് കൊടുക്കാമെന്ന് ഐഡിയ ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 4ാമത്തെ ബെഡ്റൂമും കഴിഞ്ഞു. ഇനി പോകാൻ വേണ്ടി പോണത് 5ാമത്തെ ബെഡ്റൂമിലേക്കാണ്.
ഇത് വീടിൻ്റെ 5ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെയാണ്. ഇതാണ് വീടിൻ്റെ 5ാമത്തെ ബെഡ്റൂം. കബോർഡ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അറ്റാച്ച് ബാത്റൂം ഈ ഭാഗത്താണ്. ഈ ബെഡ്റൂമിൽ ബാത്ത് ടബ് കാര്യങ്ങൾ ഇല്ലതുകൊണ്ട് പക്ഷെ അവരൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മൊത്തം വന്നിട്ട് 13.25 സെൻറ്റ് സ്ഥലം, അതിൽ 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 5 ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് കണ്ട ഈ വീട്. വരുമ്പോൾ തന്നെ ഇവിടെയാണ് പൂജാമുറി ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് പൂജാമുറി ഉള്ളത്. അപ്പോൾ വീടിൻ്റെ ഉമ്മാർത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടെ അത്രയ്ക്കൊക്കെ കാർ പാർക്കിംഗ് സ്ഥലം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഭാഗത്തും വന്നിട്ട് നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മാവുണ്ട്, ഒരു 3-4 തെങ്ങുണ്ട്. ഇത്രയ്ക്കും സ്ഥല സൗകര്യമുണ്ട് ഇവിടെ. ഈ ഭാഗത്തായിട്ട് 1-2 ബാത്റൂമും കാര്യങ്ങളും എല്ലതും കൊടുത്തിട്ടുണ്ട്. സ്ഥലം ഇത്രയ്ക്കും ധാരാളം സ്പേസ് ഉണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ട് നീറ്റായിട്ടുള്ളതാണ്. പിന്നെ മുകളിൽ വന്നിട്ട് നോർമലി ഷീറ്റ് ഇടുന്നതിന് പകരം ഓടാണ് ഇട്ടിരിക്കുക. ഓട് മുകളിൽ വന്നിട്ട് ഫുള്ളി ഓട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗം എങ്ങനെയുണ്ടെന്നും കൂടി നമുക്കത് കാണാം. മുകൾ ഭാഗം നമുക്ക് കണ്ടു. ഈ സൈഡിൽ കൂടെ ഇപ്പുറത്തെ ഭാഗം എങ്ങനെയുള്ളത് നമുക്ക് കാണാം. നമ്മുടെ വീട്ടിൻ്റെ ബോർവെൽ പോയിന്റ് അവിടെ ഉള്ളത്. വീട്ടിലേക്കൊന്ന് ഓപ്പൺ വെള്ളമുണ്ട്, ബോർവെള്ളവും ഉള്ള സ്ഥിതിക്ക് ധാരാളം വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വീട്ടിൻ്റെ അടുക്കളുടെ പുറത്താണ് സിലിണ്ടർ വയ്ക്കുന്ന ഒരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ സാധനം വയ്ക്കാൻ പറ്റിയ രീതിക്കുള്ള സെൽഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ വെല്ലാണ്, വീടിൻ്റെ ഓപ്പൺ വെല്ലാണ്. അത് വന്നിട്ട് അവർ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സ്ഥല സൗകര്യത്തോടെ കൂടിയിട്ടുള്ള ഒരു വീടാണ് ഞമ്മന്ന് പരിചയപ്പെട്ട വീട്. അപ്പോൾ ഞമ്മ കണ്ട ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം എവിടെയാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ പോണ വഴി കൂടെ
കണ്ണാടി വടക്കമുറി വരുന്ന സ്ഥലമുണ്ട്. അതായത് നമ്മുടെ കാഴ്ചപ്പറമ്പ് ഭാഗത്ത് ലുലു മാളൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ വന്ന വഴിക്ക് ആ ഹൈവേന്ന് ഒരു 100 മീറ്റർ മാറ്റത്തിലാണ് നമ്മുടെ ഈ വീട് വന്ന് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 13.25 സെൻറ്റ് സ്ഥലം, അതിൽ 3500 സ്ക്വയർ ഫീറ്റ്, 5 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടാണ് ഈ വീട്. വീടിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം എന്താണ് നോക്കുന്ന സമയത്ത് ഇതിൽ വന്നിട്ട് ബോർ വെള്ളവും ഉണ്ട്, ഓപ്പൺ വെള്ളവും ഉണ്ട്. വർഷം ഫുള്ളും വെള്ളം കിട്ടിയും കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ. ഇവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പാളണ ഹോസ്പിറ്റൽ ഇവിടെ നിന്ന് വളരെ അടുത്താണ്. മെഡിക്കൽ കോളേജ് ഇവിടെ നിന്ന് ആകപ്പാടെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാറ്റത്തേ ഉള്ളൂ. സ്കൂളുകളും കാര്യങ്ങളും എല്ലതും തൊട്ടടുത്ത് ധാരാളം ഉണ്ട്. അപ്പോൾ ഏത് സമയത്തും വരാനും പോകാനും നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ ലൊക്കേഷൻ. കൂടാതെ ഈ വീട്ടിൽ കാണുന്ന ഫർണിച്ചർ കാര്യങ്ങളും എല്ലതും കൂടിയിട്ടാണ് മൂപ്പർ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മൂപ്പറിൻ്റെ മക്കളൊക്കെ വിദേശത്തുള്ളതും കൊണ്ട് മൂപ്പറും അവിടെ പോയി സെറ്റിൽ ആകണം പറഞ്ഞിട്ടാണ് ഈ പ്രോപ്പർട്ടി അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താമസിക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യം ഉള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.